ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് ട്രേഡിംഗ് വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഓർഡർ ടൈപ്പ്, സ്മാർട്ട് മണി, അൽഗോരിതം, ലിക്വിഡിറ്റി. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓർഡർ ടൈപ്പുകളെ കുറിച്ച് നോക്കാം. മെയിനായിട്ട് 2 ടൈപ്സ് ഓർഡർ ടൈപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ സെൽ ഓർഡർ, സെക്കൻഡ് വൺ ബൈ ഓർഡർ. അതായത് നമ്മൾ വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നതിനെ ബൈ ഓർഡർ എന്നും വിറ്റുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനെ സെൽ ഓർഡർ എന്നും പറയും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായേക്കാം, എങ്ങനെയാണ് ഇല്ലാത്ത കറൻസി വിറ്റുകൊണ്ട് കച്ചവടം ചെയ്യുന്നതെന്നല്ലേ. ഇവിടെ ബ്രോക്കറാണ് നമുക്ക് വിറ്റുകൊണ്ട് കച്ചവടം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സെൽ ഓർഡറിനെ ഷോർട്ട് പൊസിഷൻ എന്നും സെൽ എൻട്രി എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ബൈ ഓർഡറിനെ ലോങ് പൊസിഷൻ എന്നും ബൈ എൻട്രി എന്നും പറയാറുണ്ട്. ഒരു ഓർഡറിന് മെയിനായിട്ട് 3 സെറ്റിങ്സുകളുണ്ട്. അതിൽ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് എൻട്രി പ്രൈസ് ആണ്. അതായത് നമ്മൾ ഏത് പ്രൈസിനാണോ കറൻസി പെയർ അല്ലെങ്കിൽ കമ്മോഡിറ്റി വാങ്ങിക്കുന്നത് അതിനെ നമുക്ക് എൻട്രി പ്രൈസ് എന്ന് പറയാം. ഇവിടെ കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫോറക്സിൽ കറൻസി പെയർ അല്ലാതെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഇവയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു സെറ്റിങ്സ് സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്കൊരു കച്ചവടം നടത്തുമ്പോഴത്തേക്ക് പരമാവധി നഷ്ടം എത്ര വരെ ആകാമെന്ന് സെറ്റ് ചെയ്യുന്നത് ഈ സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചാണ്. അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് ടേക്ക് പ്രോഫിറ്റ്. നമ്മൾ ഓപ്പൺ ചെയ്ത ബൈ ഓർ സെൽ പൊസിഷൻ എത്ര ലാഭം കിട്ടിയാലും ക്ലോസ് ചെയ്യണമെന്നാണ് ടേക്ക് പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓർഡർ ടൈപ്പിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഈ കാണുന്ന പിക്കിൽ ഞാൻ സെൽ ആൻഡ് ബൈ എൻട്രി എടുത്തിരിക്കുന്നത് 3030. എൻ്റെ സെൽ പൊസിഷൻ ലോസ് ആയിട്ടും ബൈ പൊസിഷൻ പ്രോഫിറ്റ് ആയിട്ടുമാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇതിൽ നോക്കുമ്പോൾ എൻ്റെ സെൽ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് 3035 ക്ലോസ് ആയതായിട്ട് കാണും. പക്ഷേ മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോയി. ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിൽ എൻ്റെ നഷ്ടം വലുതായേനെ. സോ എല്ലാവരും ഒരു എൻട്രി എടുക്കുമ്പോൾ മസ്റ്റായിട്ടും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തേക്കണം. കൂടാതെ ടേക്ക് പ്രോഫിറ്റും സെറ്റ് ചെയ്തേക്കണം. ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മുടെ എൻട്രിക്ക് പോസിറ്റീവായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പുൾ ബാക്ക് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കാം. ഓർഡർ ടൈപ്പിൻ്റെ വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. മെറ്റാ ട്രേഡിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് നമുക്ക് റീറ്റെയിൽ ട്രേഡർ എന്താണെന്ന് നോക്കാം. റീറ്റെയിൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ട്രേഡേഴ്സ്, ചെറിയ ബാങ്കുകൾ, ചെറിയ സ്ഥാപനങ്ങൾ, അതായത് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്മാർട്ട് മണി. സ്മാർട്ട് മണി എന്ന് പറയുന്നത് ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്. അതായത് വലിയ ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ട്സ്, ഇതുപോലുള്ള ലാർജ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ സ്മാർട്ട് മണി എന്ന് പറയും. മാർക്കറ്റിൽ റിയൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇവരുടെയൊക്കെ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വഴിയാണ്. ഇനി വരുന്ന വീഡിയോസിൽ പലയിടത്തും നമ്മൾ സ്മാർട്ട് മണി എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ സ്മാർട്ട് മണി എന്ന് വെച്ചാൽ ഇതുപോലത്തെ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അൽഗോരിതം. ഫോറക്സ് മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഒരു അൽഗോരിതം കാരണമാണ്. ആ അൽഗോരിതത്തിനെ IPDA അഥവാ ഇൻ്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയും. ഈ അൽഗോരിതം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യും. എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത് ഞാൻ പറയാം. കൂടാതെ മാർക്കറ്റിലുണ്ടാകുന്ന ഇന്നെഫിഷ്യൻസി ബാലൻസ് ചെയ്യുന്നതും അൽഗോരിതമാണ്. ഇന്നെഫിഷ്യൻസി അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നുള്ളത് വരും വീഡിയോസിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി. ഒരു മാർക്കറ്റിലെ ആക്റ്റീവ് ട്രേഡേഴ്സിൻ്റെ ഓപ്പൺ പൊസിഷനെയാണ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലിക്വിഡിറ്റി ഉപയോഗിച്ചാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റിയെ മാർക്കറ്റിൻ്റെ ഫ്യൂവൽ എന്നും പറയാം. ഇന്ന് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.